പടക്കളം. ഇതും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായൊരു പടമായിരുന്നു എനിക്ക്. OTT പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മിസ്സായത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന്. ഈ ഇടയ്ക്ക് വന്ന മോളിവുഡ് മൂവീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അത്രയൊന്നും പ്രൊമോഷൻ ഈ പടത്തിന് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പടത്തിന് അങ്ങനെ ഒരു പ്രൊമോഷൻ വേണമായിരുന്നു. കാരണം ഈ ജേണറിലുള്ള പടങ്ങളൊന്നും മലയാളത്തിൽ അധികം വന്നിട്ടില്ല. ചിലപ്പോൾ വേണ്ടത്ര കാസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചെറിയ പ്രൊമോഷനിലൂടെ പടം ഇറക്കിയത്. ഞാൻ ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നുകൊണ്ടാണ് ഈ ഒരു പടത്തിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് മിസ്സായി പോയത്. കാസ്റ്റിംഗ് വളരെ മോശമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇൻഫാക്റ്റ് 3 പേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഈ പടത്തിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് സന്ദീപിൻ്റെ പെർഫോമൻസ് ആണ്. സത്യം പറഞ്ഞാൽ ബേസിൻ്റെ ഫാലിമി എന്ന് പറഞ്ഞ മൂവി ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സന്ദീപിനെ ഞാൻ ശ്രദ്ധിക്കുന്നത്. ആദ്യമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോഴാണ് ആ ഒരു ആക്ടറിനെ. അപ്പം എനിക്ക് തോന്നിയിരുന്നു ഹീസ് ഡിസർവിങ് ബെറ്റർ റോൾസ്. വളരെ നല്ലൊരു ഡയറക്ഷൻ ആയിരുന്നു. മനു സ്വരാജ് ആണ് എൻ്റെ ഡയറക്ടർ. പുള്ളിയുടെ വേറെ മൂവീസൊക്കെ ഞാൻ തപ്പിപ്പോയി കഴിഞ്ഞപ്പോൾ കന്നഡ മൂവീസൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തേക്കുന്നതാണ് കണ്ടത്.